മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരിക്കൽ സൽമാനുൽ ഫാരിസി വന്നു. സാറ സൽമാൻ അബൂദർദാ റളിയല്ലാഹു തആലന്റെ വീട്ടിലേക്ക് സൽമാനുൽ ഫാരിസി വന്നപ്പോ ഫറഅ ഉമ്മു ദർദാ മുതബസ്സില, നല്ല വസ്ത്രം, രാത്രി ഉച്ച സമയത്താണ് എത്തിയിട്ടുള്ളത്, മുടിയൊന്നും ചീകാതെ ആ രൂപത്തിൽ നല്ല രൂപത്തിലല്ല നിൽക്കുന്നത്. ഫഖാല ലഹ, സൽമാൻ ഫാരിസി ചോദിക്കുകയാണ്, മാ ശഅനുക്കി, എന്തു പറ്റി? ഭർത്താവ് നാട്ടിലുണ്ടായിട്ടും എന്താണ് ഈ കോലത്തിൽ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു രൂപത്തിൽ നിൽക്കുന്നത്? ഫഖാലത് അഹൂക അബൂദർദാ ലൈസ ലഹു ഹാജ ഫിദ്ദുനിയ, നിങ്ങളെ കൂട്ടുകാരൻ അബൂദർദാഇന് ഇങ്ങനെയുള്ള ഭാര്യനോടൊന്നും വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ ദുനിയാവിന്റെ ഇത്തരം സുഖങ്ങളോടൊന്നും താല്പര്യമില്ല, നിസ്കാരം നോമ്പും ദഅവത്തും അതേറ്റ് ഇങ്ങനെ നടക്കാൻ എന്റെ കൂടെ ഉണ്ടാവലില്ല, വീട്ടിൽ കിട്ടാറില്ല, മുഴുവൻ സമയവും നിസ്കാരവും ആ രൂപത്തിലുള്ള കാര്യങ്ങളുമായി പോവുകയാണ്, ദുനിയാവിന്റെ ഹാജത്തൊന്നും മൂപ്പരുടെ അടുത്ത് കാണുന്നില്ല. അബൂദർദാ റളിയല്ലാഹു തആല അൻഹു വന്നു. സൽമാനുൽ ഫാരിസി പറഞ്ഞു, ഇരിക്കണം, നിങ്ങൾ ഭക്ഷണം കഴിക്കണം. അദ്ദേഹത്തിന്റെ മറുപടി, ഫഇന്നി സായിം, ഞാൻ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്തിട്ടുണ്ട്, നോമ്പുകാരനാണ് ഞാൻ. സൽമാനുൽ ഫാരിസി കോപിച്ചുകൊണ്ട് പറഞ്ഞു, മാ അന ബിആഖിൽ ഹത്താ തഅകുൽ, ഭക്ഷണം കഴിക്കണം, നീ ഭക്ഷണം കഴിക്കുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കൂല, അതിഥിയാണ് ഞാൻ ഭക്ഷണം കഴിക്കണമെന്നുണ്ട് എങ്കിൽ നീ ഭക്ഷണം കഴിക്കണം. രണ്ടുപേരും ഒന്നിച്ചു ഭക്ഷണം കഴിച്ചു, നോമ്പ് മുറിപ്പിച്ചു. രാത്രി ഉറങ്ങാൻ നേരത്ത് സൽമാനുൽ ഫാരിസി വീട്ടിൽ കിടക്കാൻ നിൽക്കാൻ, അബൂദർദാവിൽ മുസല്ലയും എടുത്ത് നിസ്കാരത്തിന് വേണ്ടി പോവാൻ. സൽമാനുൽ ഫാരിസി ചോദിച്ചു, എവിടേക്കാ പോണത്? രാത്രി നിസ്കരിക്കാൻ പോവാൻ. ഭാര്യ റൂമിലുണ്ട്, രാത്രി നിസ്കരിക്കാൻ വേണ്ടി, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോവുകയാണ്. സൽമാനുൽ ഫാരിസി അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, വീട്ടിലെ റൂമിലേക്ക് ചെല്ലണം, കിടന്നുറങ്ങണം, ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങണം. ഇന്ന ലിറബ്ബിക അലൈക ഹഖൻ, നിനക്ക് പടച്ചവനോട് ചില ബാധ്യതകളുണ്ട്. വലിനഫ്സിക അലൈക ഹഖൻ, നിന്റെ നഫ്സിനോട് ചില ബാധ്യതകളുണ്ട്. വലി അഹ്ലിക അലൈക ഹഖൻ, ഭാര്യയോട് ചില ബാധ്യതകളുണ്ട്. നിന്റെ ഭാര്യയോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്, നിന്റെ മക്കളോട് ചില ബാധ്യതകളുണ്ട്. ഫഅതി കുല്ലദി ഹഖിൻ ഹഖഹു, ഓരോരുത്തർക്കും നിശ്ചയിച്ച ഹക്ക് നീ നൽകുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് ഭാര്യയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. തഹജ്ജുദിന്റെ സമയമായപ്പോ സൽമാനുൽ ഫാരിസി തന്നെ വന്നു വിളിച്ചു, എഴുന്നേറ്റ് നിസ്കരിച്ചു. പിറ്റേ ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലെത്തി പരാതി പറയാനാണ് അബൂദർദാ വന്നത്. നബിയെ, എല്ലാ ദിവസവും രാത്രി നോമ്പായിരുന്നു, പകല് നോമ്പായിരുന്നു എനിക്ക്, ഇന്നലത്തെ നോമ്പ് നബിയെ സൽമാൻ മുറിച്ചു. എല്ലാ രാത്രിയും മുടങ്ങാതെ സുദീർഘമായി രാത്രി നമസ്കരിക്കുന്നവനാണ് ഞാൻ. ഇന്നലെ എന്റെ രാത്രി നമസ്കാരത്തിന്റെ ദൈർഘ്യം കുറഞ്ഞു നബിയെ, ഇന്നലെ ഭാര്യന്റെ കൂടെയാണ് കിടന്നത്. ഞാൻ തുടർത്തി വന്ന എന്റെ നന്മയാണ് അള്ളാഹുവിന്റെ റസൂലെ സൽമാൻ നഷ്ടപ്പെടുത്തിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, സ്വദഖ സൽമാൻ, സൽമാൻ പറഞ്ഞതാണെടാ സത്യം, സൽമാൻ പറഞ്ഞതാണ് ഹക്ക്. നിന്റെ ഭാര്യയോട് ബാധ്യതയുണ്ട്, രാത്രി മുഴുവൻ നമസ്കരിച്ച് തീർക്കാനുള്ളതല്ല, രാത്രി ഭാര്യയ്ക്കു നൽകേണ്ട അവകാശമുണ്ട്, അത് ഭാര്യയ്ക്ക് നൽകണം. നിന്റെ മക്കൾക്ക് നൽകേണ്ട അവകാശമുണ്ട്, അത് മക്കൾക്ക് നൽകണം. ദഅവത്തും നിസ്കാരവും നോമ്പും എല്ലാം ദീനാണ്. അതോടൊപ്പം നിന്റെ ഭാര്യയുടെ വായിൽ ഒരു ഉരുള വെക്കുന്നത് പോലും സ്വതക്കയാണ്.